ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ ഇക്കഴിഞ്ഞ ഓണപരീക്ഷയുടെ കേരള പാഠാവലിയിലെ ചോദ്യപേപ്പറാണ് കേട്ടോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ചോദ്യങ്ങളുടെ എല്ലാ ഉത്തരങ്ങളാണ് എഴുതി നോക്കാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേയായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള മറ്റ് വിഷയങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം STD 5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ലഭിക്കുന്നതാണ്. ഇനി 5ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസ് വേണമെങ്കിൽ STD 5 2024 എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അത് ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. പ്രവർത്തനം 1, വായിക്കാം എഴുതാം. നമുക്ക് കാട് എന്ന് പറയുന്ന ഒരു കവിത തന്നിട്ടുണ്ട്. ആ കവിത വായിച്ചിട്ട് അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു 5 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് ആദ്യത്തെ പ്രവർത്തനം. ആദ്യം നമുക്ക് കവിത വായിച്ചു നോക്കാം. കാട്ടിലുണ്ട് പാട്ടു തേടും കാട്ടുപൂവിൻ മാനസം, പൂവിലുണ്ട് മൂളിയെത്തും വണ്ടു തേടും തേൻകണം, കാട്ടുവള്ളികൾ നൃത്തമാടും കാറ്റിലുണ്ട് പൂമണം, കുഞ്ഞുമൈന പാട്ടിലല്ലോ മുളകളാടും ഈണം, മാനം തേടും മാമലകൾ മഴ നനഞ്ഞാടും, ആനനരികൾ കൂട്ടമായി തേടിയെത്തും അരുവി. ഇനി ചോദ്യം 1, തേൻകണം തേടിയെത്തുന്നത് ആര്? കാറ്റ്, കാട്ടുവള്ളി, വണ്ട്, പാട്ട്. ഇതിലുണ്ട് അല്ലേ, കാട്ടിലുണ്ട് പാട്ട് തേടും കാട്ടുപൂവിൻ മാനസം, പൂവിലുണ്ട് മൂളിയെത്തും വണ്ടു തേടും തേൻകണം. അപ്പോൾ തേൻകണം തേടിയെത്തുന്നത് ആരാണ്? വണ്ടാണ്. ഇനി ചോദ്യം 2, കാട്ടുപൂവിൻ്റെ മാനസം അന്വേഷിക്കുന്നത് ആരെ? കാടിനെ, പാട്ടിനെ, പൂവിനെ, തേൻകണത്തെ. നോക്കിക്കുക, ആദ്യത്തെ വരികൾ കാട്ടിലുണ്ട് പാട്ട് തേടും കാട്ടുപൂവിൻ മാനസം. അപ്പോൾ പാട്ടിനെയാണ് ഈ പൂവിൻ്റെ മാനസം തേടുന്നത്. ആരുടെ പാട്ടിലാണ് മുളകളാടുന്ന ഈണമുള്ളത്? കുഞ്ഞുമൈനയുടെ, മഴയുടെ, അരുവിയുടെ, പൂവിൻ്റെ. നോക്കിക്കേ, കുഞ്ഞുമൈന പാട്ടിലല്ലോ മുളകളാടും ഈണമെന്ന വരികൾ കണ്ടോ? അപ്പോൾ ആരുടെ പാട്ടിനാണ്? കുഞ്ഞുമൈനയുടെയാണ് ഉത്തരം. ചോദ്യം 4, മാമലകൾ മഴ നനഞ്ഞാടും എന്നതുകൊണ്ട് കവി അർത്ഥമാക്കുന്നത് എന്താണ്? വണ്ടിൻ കൂട്ടങ്ങൾ മൂളിയെത്തുന്നത്, ആനനരികൾ കൂട്ടമായെത്തുന്നത്, മഴയത്ത് മാമലയിലെ മരങ്ങളാടുന്നത്, വണ്ടു തേടുന്നത്. എന്താണ് ഉത്തരം? മഴയത്ത് മാമലയിലെ മരങ്ങളാടുന്നതിനെയാണ് മഴ നനഞ്ഞാടും എന്നതുകൊണ്ട് മാമലകൾ മഴ നനഞ്ഞത് ആടും എന്നതുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നത്. ചോദ്യം 5, ആനനരികൾ കൂട്ടമായി തേടിയെത്തുന്നത് എന്തിനെ? കാട്ടുപൂവിനെ, പൂമണത്തെ, അരുവിയെ, മാമലയെ. അവസാന വരികൾ നോക്കിക്കേ, ആനനരികൾ കൂട്ടമായി തേടിയെത്തും അരുവി. കൂട്ടമായി തേടിയെത്തുന്നത് അരുവിയെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ചോദ്യം പൂർത്തിയാക്കേണ്ടത്. ഇനി പ്രവർത്തനം 2 നോക്കാം. സംഭാഷണം. അതുപോലെ അതിലൊരു B ചോദ്യവും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം B ചോദ്യം നോക്കാം. മഴക്കാഴ്ച തിരഞ്ഞെടുത്തെഴുതുക. പാടത്ത് സ്വർണ്ണവെയിൽ പരക്കുന്നു, ആകാശത്ത് വെൺമേഘങ്ങൾ ഒഴുകുന്നു, മുറ്റത്ത് കുഞ്ഞരുവികൾ രൂപം കൊള്ളുന്നു. എന്താണ് മക്കളെ? പാടത്ത് സ്വർണ്ണവെയിൽ പരക്കുന്നതല്ല, ആകാശത്ത് വെൺമേഘങ്ങൾ ഒഴുകുന്നതല്ല. വെൺമേഘങ്ങൾ എന്ന് വെച്ചാൽ തെളിഞ്ഞ മേഘങ്ങൾ, വെണ്മയുള്ള വെള്ള മേഘങ്ങൾ എന്നാണ്. കരിമേഘങ്ങളാണെങ്കിൽ നമുക്കത് മഴയുമായി ബന്ധപ്പെട്ടതാണെന്ന് പറയാം. അപ്പോൾ 3ാമത്തേതാണ് ഉത്തരം. മുറ്റത്ത് കുഞ്ഞരുവികൾ രൂപം കൊള്ളുന്നു എന്നതാണ് ഉത്തരം. ഇനി ഇതിലെ A ചോദ്യം നോക്കാം. സംഭാഷണം എഴുതാനാണ്. തുള്ളിപ്പാഞ്ഞു വരുന്ന മഴ, തുള്ളിക്കൊരു കുടമെന്ന മഴ, കൊള്ളാം ഈ മഴ, കൊള്ളരുതീ മഴ, കൊള്ളാം കൊള്ളാം പെയ്യട്ടെ. കുഞ്ഞുണ്ണി മാഷിൻ്റെ 4 വരി കവിതയാണ്. മഴയെക്കുറിച്ച് കുഞ്ഞുണ്ണി മാഷിൻ്റെ കവിത വായിച്ചില്ലേ? പെയ്തിറങ്ങുന്ന മഴയോട് നിങ്ങൾ എന്തൊക്കെ ചോദിക്കും? നിങ്ങളും മഴയും തമ്മിലുള്ള സംഭാഷണം തയ്യാറാക്കുക. രണ്ട് ഡയലോഗ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ഞാൻ എന്ത് പറയുന്നു? ഹായ് മഴ, ഞാൻ കാത്തിരിക്കുകയായിരുന്നു. മഴ ഒന്ന് പെയ്യാൻ ഞാനും കാത്തിരിക്കുകയായിരുന്നു. തുടർന്നുള്ള സംഭാഷണമാണ് നമ്മൾ പൂർത്തീകരിക്കേണ്ടത്. നോക്കിക്കേ, നീ എന്താ വരാൻ ഇത്ര വൈകിയത്? മഴ, എനിക്ക് പെയ്യാൻ അതിൻ്റേതായ സമയമുണ്ട്. ഞാൻ, സാധാരണത്തെക്കാളും നീ ഇക്കൊല്ലം വളരെ കുറവാണല്ലോ പെയ്തത്. എന്തുപറ്റി? മഴ, ഒന്നും പറയണ്ട, നിങ്ങൾ മനുഷ്യർ കാരണം തന്നെയാണ് എനിക്ക് ഈ ഗതി വന്നത്. ഞാൻ, അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? മഴ, നിങ്ങൾ മനുഷ്യർ കാടും മലയും നശിപ്പിച്ചു, മരങ്ങൾ വെട്ടിമുറിച്ചു, പുഴകൾ മണ്ണിട്ട് നികത്തി, കുന്നുകൾ ഇടിച്ചു പരത്തി. പിന്നെ എങ്ങനെ ഞാൻ പെയ്യും? പ്രകൃതിക്ക് അതിൻ്റേതായ നിയമങ്ങളുണ്ട്. നീ പറഞ്ഞത് വളരെ ശരിയാണ്. എന്നെപ്പോലെയുള്ള ഇനിയുള്ള തലമുറയുടെ കാര്യം ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ്. ഞങ്ങൾ വലുതാവുമ്പോൾ നീ വന്നില്ലെങ്കിൽ എങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ദാഹമകറ്റും? മഴ, എന്തായാലും മനുഷ്യർക്ക് നല്ല ബുദ്ധി തോന്നാൻ നീ പ്രാർത്ഥിക്കുക. പ്രവർത്തനം 2, ആസ്വാദനക്കുറിപ്പ്.
എത്ര കിളിയുടെ പാട്ടറിയാം എന്ന ഒരു കവിത നമുക്കവിടെ തന്നിട്ടുണ്ട്. പി മധുസൂദനൻ എഴുതിയതാണ് കേട്ടോ. നോക്കൂ, പറഞ്ഞു നോക്കുക വെറുതെ നിങ്ങൾക്കെത്ര കിളിയുടെ പാട്ടറിയാം, എത്ര മരത്തിൻ തണലറിയാം, എത്ര പുഴയുടെ കുളിരറിയാം, എത്ര പഴത്തിൻ രുചിയറിയാം, എത്ര പൂവിൻ മണമറിയാം, അറിഞ്ഞിടുമ്പോൾ അറിയാം നമ്മൾക്കറിയാനൊത്തിരി ബാക്കി, ഒത്തിരി ഒത്തിരി ബാക്കി. കവിതാഭാഗത്തിൻ്റെ ആശയം വായിച്ച് മനസ്സിലാക്കിയില്ലേ? ആസ്വാദനം തയ്യാറാക്കുക. അപ്പോൾ ആസ്വാദനക്കുറിപ്പ് എഴുതാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. കവിതയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പൂർണ്ണമായിട്ട് എഴുതുന്നതിനെയാണ് നമ്മൾ ആസ്വാദനക്കുറിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. പി മധുസൂദനൻ എഴുതിയ മനോഹരമായൊരു കവിതയാണ് എത്ര കിളിയുടെ പാട്ടറിയാം. പ്രകൃതിയെയും ജീവജാലങ്ങളെയും അറിയാത്ത ഇന്നത്തെ തലമുറയോടുള്ള ഒരു ചോദ്യമാണ് കവി ഈ കവിതയിലൂടെ അവതരിപ്പിക്കുന്നത്. നമുക്കറിയാത്തതായി ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തുണ്ട് എന്ന് കവി ഈ കവിതയിലൂടെ പറയുന്നു. എത്ര കിളിയുടെ പാട്ടും എത്ര മരത്തിൻ്റെ തണലും എത്ര പുഴയുടെ കുളിരും എത്ര പഴത്തിൻ്റെ രുചിയും അറിയാമെന്നാണ് കവി നമ്മോട് ചോദിക്കുന്നത്. ഈ ചോദ്യത്തിലൂടെ അർത്ഥമാക്കുന്നത് എത്ര കിളികളെയും എത്ര പുഴകളെയും എത്ര മരങ്ങളെയും എത്ര പൂക്കളെയും എത്ര പഴങ്ങളെയും നിങ്ങൾക്കറിയാം എന്നാണ്. അങ്ങനെ ഓരോന്നോരോന്നായി അറിഞ്ഞു വരുമ്പോൾ മാത്രമേ നമുക്കറിയാത്തതായി ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാവുകയുള്ളൂ. പ്രകൃതിയെ അറിയാത്ത ഇന്നത്തെ തലമുറയ്ക്കുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടെയാണ് ഈ കവിത. എനിക്കിതിലേറെ ഇഷ്ടപ്പെട്ടത് അറിഞ്ഞിടുമ്പോൾ അറിയാം നമ്മൾക്കറിയാൻ ഒത്തിരി ബാക്കി എന്ന വരികളാണ്. നമുക്ക് പഠിക്കാനും അറിയാനും ഒത്തിരി കാര്യങ്ങളുണ്ട് എന്ന വലിയ സന്ദേശം ഈ 2 വരികളിൽ ഉണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഈ വരികൾ ഏറെ ഇഷ്ടമായത്. പ്രവർത്തനം 4 കുറിപ്പ്. പാഠഭാഗത്ത് നിങ്ങൾ ധാരാളം കടങ്കഥകൾ പരിചയപ്പെട്ടു. കടങ്കഥകളുടെ ഭാഷയും ഒളിഞ്ഞിരിക്കുന്ന ആശയത്തിൻ്റെ ഭംഗിയുമൊക്കെ തിരിച്ചറിയുകയും ചെയ്തു. നിങ്ങൾക്ക് പരിചിതമായ 2 കടങ്കഥകൾ നോക്കൂ. 1 അക്കരെ നിൽക്കും തുഞ്ചാണി ഇക്കരെ നിൽക്കും തുഞ്ചാണി കൂട്ടിമുട്ടും തുഞ്ചാണി. ഉത്തരം കൺപീലിയാണ്. 2 1000 തിരിയിട്ടു കത്തിച്ച പൊൻവിളക്ക് അന്തിയായപ്പോൾ അണഞ്ഞുപോയി. ഉത്തരം സൂര്യനാണ്. ഈ കടങ്കഥകൾക്ക് ഇങ്ങനെ ഉത്തരം ലഭിക്കാനുള്ള കാരണം എന്തായിരിക്കും? ഇതിലൊരെണ്ണം വിശദീകരിച്ച് കുറിപ്പെഴുതുക. നോക്കിക്കേ, ഞാൻ ഇതിൽ 2ാമത്തെ കടങ്കഥയുടെ വിശദീകരണമാണ് കേട്ടോ എഴുതിയിരിക്കുന്നത്. ആകാശത്തിലെ പൊൻവിളക്ക് അഥവാ സ്വർണ്ണ നിലത്തിലുള്ള വിളക്ക് ആയാണ് സൂര്യനെ ഈ കടങ്കഥയിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം സൂര്യനിൽ ഒത്തിരി പ്രകാശകിരണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ 1000 തിരിയിട്ട് കത്തിച്ച പൊൻവിളക്ക് എന്ന് പറഞ്ഞിരിക്കുന്നു. സൂര്യൻ അത്രയ്ക്കും പ്രകാശപൂരിതമാണ് എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അന്തിയായപ്പോൾ അണഞ്ഞുപോയി എന്നാൽ രാത്രിയായപ്പോൾ സൂര്യൻ മറഞ്ഞുപോയി എന്നാണ് അർത്ഥം. പകൽ മുഴുവൻ എങ്ങനെ കത്തിജ്വലിക്കുന്ന സൂര്യൻ രാത്രിയായാൽ മറഞ്ഞു പോകുന്നു എന്നാണ് ഈ പഴഞ്ചൊല്ലിൻ്റെ പൊരുൾ. പ്രവർത്തനം 5 ജീവചരിത്രക്കുറിപ്പ്. നോക്കിക്കുക, നമുക്ക് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കുറച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഹിൻറ്റുകൾ, സൂചനകൾ നമുക്കവിടെ തന്നിട്ടുണ്ട്. ജനനം എന്നാണെന്ന് തന്നിട്ടുണ്ട്, മരണം എന്നാണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ചില രചനകളും കഥാപാത്രത്തെയും ഒക്കെ നമുക്കവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഇത് ബേസ് ചെയ്തിട്ട് ഇത് സൂചനകളാക്കിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അദ്ദേഹത്തെക്കുറിച്ച് ഒരു ജീവചരിത്ര കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് എഴുതാം. അതിന് മുന്നേ ബി ചോദ്യം നോക്കൂ. വൈക്കം മുഹമ്മദ് ബഷീറുമായി ബന്ധപ്പെട്ടത് ഏതാണ്? പൊതിച്ചോറ്, ആകാശമിഠായി, റിക്ഷക്കാരൻ പപ്പു. ഏതാണ്? ആകാശമിഠായിയാണ് ഉത്തരം. ഇനി നമുക്ക് ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കാം. 1908 ജനുവരി 21 വൈക്കം മുഹമ്മദ് ബഷീർ എന്ന ബേപ്പൂർ സുൽത്താൻ ജനിച്ചത്. മലയാളം കണ്ട പ്രശസ്തനായ എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. മലയാള സാഹിത്യത്തിലേക്ക് ഒട്ടേറെ സംഭാവനകൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. മതിലുകൾ, ഡുപ്പുപാക്കൊരാനുണ്ടായിരുന്നു, ബാല്യകാല സഖി, ആനപ്പൂട, നീലവെളിച്ചം, ശബ്ദങ്ങൾ, ഭൂമിയുടെ അവകാശികൾ തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ ഏതാനും പ്രശസ്തമായ രചനകളാണ്. തനി നാടൻ വാക്കുകളും സ്വന്തമായി കണ്ടെത്തുന്ന പല വാക്കുകളും പ്രകൃതി സ്നേഹവും എല്ലാം തന്നെ ബഷീർ കൃതികളുടെ പ്രത്യേകതയാണ്. 1994 ജൂലൈ 5 അദ്ദേഹം മരണപ്പെട്ടത്. പ്രവർത്തനം 6 വിവരണം. ചോദ്യം എ. വീട്ടിലോ വിദ്യാലയത്തിലോ യാത്രകൾക്കിടയിലോ നിങ്ങൾ മനോഹരമായ പൂന്തോട്ടങ്ങൾ കണ്ടിട്ടുണ്ടാകും. പല നിറങ്ങളിലുള്ള പൂക്കളും ശലഭങ്ങളും കിളികളുമൊക്കെ നിങ്ങളുടെ ശ്രദ്ധയാകർഷിച്ചിട്ടുമുണ്ടാകാം. നിങ്ങൾ കണ്ട ഒരു പൂന്തോട്ടത്തെക്കുറിച്ച് വിവരണം തയ്യാറാക്കുക. ചോദ്യം ബി. ഒരു നാട്ടുപൂവിൻ്റെ പേരെഴുതുക. ഡാലിയ, മുക്കുറ്റി, ഓർക്കിഡ്. ഇതിലെ നാട്ടുപൂവ് ഏതാണ്? മുക്കുറ്റിയാണ്. ഇനി നമുക്ക് പൂന്തോട്ടത്തെക്കുറിച്ചുള്ള വിവരണം എഴുതാം. ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഊട്ടിയിലേക്കൊരു ടൂർ പോകുന്നത്. അവിടുത്തെ കാഴ്ചകളെ ഓർക്കുമ്പോൾ മനസ്സിനേറെ കുളിർമ നൽകുന്നത് തീർച്ചയായും അവിടുത്തെ പൂന്തോട്ടമാണ്. ഊട്ടിയുടെ ഒരു ആകർഷണീയത തന്നെയാണ് അവിടുത്തെ പൂക്കൾ. കോട മൂടിയ കൊടും തണുപ്പിൽ എത്ര മനോഹരമായാണ് അവ വിരിഞ്ഞു നിൽക്കുന്നത്.
മഞ്ഞയും ചുവപ്പും വെള്ളയും തുടങ്ങി എല്ലാ വർണ്ണങ്ങളിലുമായി പാതി വിടർന്നും മുഴുവൻ വിടർന്നും വാടാനായും നിൽക്കുന്ന പല പൂക്കളെ ആ പൂന്തോട്ടത്തിൽ എനിക്ക് കാണാനായി. കണ്ണിനും മനസ്സിനും ഒരുപോലെ കുളിർമ നൽകുന്നതായിരുന്നു ആ പൂക്കാഴ്ച. പ്രവർത്തനങ്ങളായിരുന്നു നിങ്ങൾക്ക് കേരള പാഠാവലിയിൽ ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. ചോദ്യങ്ങൾ എളുപ്പമായിരുന്നു, ഉത്തരം അതുപോലെ തന്നെ എളുപ്പമല്ലേ? നല്ലതുപോലെ എഴുതിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുകൂടി ഈ ക്വസ്റ്റ്യൻസ് എഴുതി പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോൾ ശരി, നമുക്ക് മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് വൈകാതെ അപ്ലോഡ് ചെയ്യാം. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്ത് വയ്ക്കാൻ മറക്കരുത്. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്